നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ? വർഷങ്ങളായി ശാസ്ത്രലോകവും സാധാരണക്കാരും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണിത്. പലപ്പോഴും ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടു പരിചയിച്ച അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയൻസ് യഥാർത്ഥത്തിലുണ്ടോ? ഏരിയ 51-ൽ അമേരിക്ക എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ പുതിയൊരു മാനം വന്നിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്ന അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ തന്നെ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഒബാമയുടെ ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ബറാക് ഒബാമ ഈ വിഷയത്തിൽ പുലർത്തിയിരുന്ന ജാഗ്രത പ്രശസ്തമാണ്. എന്നാൽ അടുത്തിടെ നടന്ന ചില അഭിമുഖങ്ങളിൽ അദ്ദേഹം കൂടുതൽ വ്യക്തത വരുത്തി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അധികാരമേറ്റ ഉടനെ ചോദിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ പക്കൽ എവിടെയെങ്കിലും അന്യഗ്രഹ ജീവികളുടെ ലാബുകളോ പേടകങ്ങളോ സൂക്ഷിച്ചിട്ടുണ്ടോ? അന്ന് അതിന് ലഭിച്ച മറുപടി ഇല്ല എന്നായിരുന്നു. അന്യഗ്രഹ ജീവികൾ ഉണ്ട്, പക്ഷെ ഞാൻ അവയെ കണ്ടിട്ടില്ല. വാർത്തകളിൽ ഉള്ളതുപോലെ അവരെ ഏരിയ 51-ൽ പാർപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭൂഗർഭ സംവിധാനവും അവിടെ ഇല്ല. ഇതാണ് ഒബാമയുടെ വാക്കുകൾ. പക്ഷേ അവിടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഏരിയ 51-നെ കുറിച്ചുള്ള കോൺസ്പിറൻസി തിയറി അദ്ദേഹം തള്ളിക്കളയുമ്പോഴും ആകാശത്ത് നമ്മൾ കാണുന്ന ചില അജ്ഞാത വസ്തുക്കളെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. അതെ, നമ്മുടെ സംശയങ്ങൾ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്ന് തന്നെ. ഒബാമയുടെ വാക്കുകളിൽ ഏറ്റവും ഗൗരവമേറിയ ഭാഗം ഇതാണ്: ആകാശത്ത് കാണുന്ന ചില വസ്തുക്കളുടെ ദൃശ്യങ്ങളും റെക്കോർഡുകളും നമ്മുടെ പക്കലുണ്ട്. അവ എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. ഇതിനെ ശാസ്ത്രീയമായി UAP അഥവാ അൺഐഡന്റിഫൈഡ് ഏരിയൽ ഫിനോമിന എന്നാണ് വിളിക്കുന്നത്. അമേരിക്കൻ നാവികസേന പുറത്തുവിട്ട വീഡിയോകളിൽ കാണുന്ന ഈ വസ്തുക്കൾക്ക് ചിറകുകളോ എഞ്ചിനുകളോ ഇല്ല. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം ഇതാദ്യമായാണ് ഇത്രയും വ്യക്തവും കൃത്യവുമായി അന്യഗ്രഹ ജീവികളെ കുറിച്ച് ഒബാമ സംസാരിക്കുന്നത്. താൻ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിലൊന്നും അന്യഗ്രഹ ജീവികളെ ഭൂമിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പലരും കരുതുന്നത് ഇത് റഷ്യയുടെയോ ചൈനയുടെയോ അതീവ രഹസ്യമായ സാങ്കേതിക വിദ്യ ആയിരിക്കാം എന്നാണ്. എന്നാൽ ഒബാമ ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഇത്രയും വികസിതമായ ഒരു സാങ്കേതിക വിദ്യ ഭൂമിയിലെ ഏതെങ്കിലും ഒരു രാജ്യം വികസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒബാമ സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഭൂമിക്ക് പുറത്തു നിന്നുള്ള ഏതെങ്കിലും ശക്തികളാണോ? ഈ അനിശ്ചിതത്വമാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത്. ഇനി അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന് ഒബാമയുടെ മറുപടി ഇങ്ങനെയാണ്: അത് മനുഷ്യവർഗത്തിന്റെ ചിന്താഗതിയെ തന്നെ മാറ്റും. നമ്മൾ തമ്മിലുള്ള മതമോ രാഷ്ട്രീയമോ ആയ വ്യത്യാസങ്ങൾ അപ്രസക്തമാകും. പകരം നമ്മൾ മനുഷ്യർ എന്ന നിലയിൽ ഒന്നിക്കേണ്ടി വരും. പ്രതിരോധ ബജറ്റുകൾ വർദ്ധിപ്പിക്കാനും പുതിയ തരം ശാസ്ത്ര ഗവേഷണങ്ങൾ തുടങ്ങാനും ഇത് കാരണമാകും. അന്യഗ്രഹ ജീവികൾ സത്യമാണെങ്കിൽ അത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലായിരിക്കും. ഒബാമ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അതിന്റെ സത്യാവസ്ഥ തെളിയിക്കപ്പെടേണ്ടതാണ്. എന്നിരുന്നാലും ബറാക് ഒബാമയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് വെറും കെട്ടുകഥയായി തള്ളിക്കളയാനാവില്ല. എന്തായാലും പ്രപഞ്ചം അനന്തമാണ്. അവിടെ നമ്മൾ മനുഷ്യർ മാത്രം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്.